കേരളത്തിൽ ബ്രൂവറി സ്ഥാപിക്കുന്നതിനെ എതിർക്കുന്ന കോൺഗ്രസ് കർണാടകത്തിൽ പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാർ തന്നെ ബ്രൂവറി വിപുലീകരണത്തിനായി കരാർ ഒപ്പിട്ടിരിക്കുകയാണ്. ആഗോള ബ്രൂവറി ഫാക്ടറിയായ കാൾസ്ബർഗ് ഗ്രൂപ്പുമായാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ബ്രൂവറി വിപുലീകരണത്തിനായി 350 കോടി രൂപയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. എന്നാൽ കേരളത്തിൽ പാലക്കാട് എലപ്പുള്ളിയിൽ സ്പിരിറ്റ് നിർമ്മാണശാല വരുന്നതിനെ കോൺഗ്രസ് എതിർത്തുകൊണ്ടിരിക്കുകയുമാണ്. കൃത്യമായ ഇരട്ടത്താപ്പ് തന്നെയാണ് കോൺഗ്രസിന്റേത് എന്ന് ഇതിലൂടെ വ്യക്തമാകുന്ന കാര്യം തന്നെയാണ്. കർണാടകയിലെ മൈസൂരിൽ നിലവിലുള്ള ബ്രൂവറി വിപുലീകരണത്തിനാണ് കർണാടക സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. ഈ വിപുലീകരണം ബ്രൂവറിയുടെ മൊത്തത്തിലുള്ള മദ്യ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. നഞ്ചൻഗുഡ് താലൂക്കിൽ 28 ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കാൾസ്ബർഗ് ഇന്ത്യയുടെ ബ്രൂവറിക്ക് നിലവിൽ 80 ദശലക്ഷം ലിറ്റർ വാർഷിക ഉൽപാദന ശേഷിയാണുള്ളത്. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന സ്പിരിറ്റിന്റെ ആവശ്യകതയാണ് കമ്പനിയെ ബ്രൂവറി വികസിപ്പിക്കുന്നതിലേക്ക് നയിച്ചിട്ടുള്ളത്. അതേസമയം കേരളത്തിലേക്കുള്ള സ്പിരിറ്റ് ഏറ്റവും അധികം എത്തുന്നത് കർണാടകത്തിൽ നിന്ന് തന്നെയാണ്. ഈ സ്പിരിറ്റ് കേരളത്തിൽ എത്തിക്കുന്നതിന് 400 കോടി രൂപയാണ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി മാത്രം ചിലവാകുന്നത്. എത്തനോൾ ENA ഇറക്കുമതിക്കായി കേരളത്തേക്ക് പുറത്തേക്ക് പ്രതിവർഷം ഒഴുകുന്നത് 3000 കോടിയോളം രൂപയാണ്. സംസ്ഥാനത്തിന് ആവശ്യമുള്ള സ്പിരിറ്റും മദ്യവും ഇവിടെ ഉൽപ്പാദിക്കുക എന്നുള്ള സർക്കാരിന്റെ പദ്ധതിയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എതിർത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കർണാടകയിൽ നടക്കുന്നതൊന്നും അറിയാത്ത പോലെ ചുമ്മാ ഇരുന്ന് ഓരോന്നും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ബ്രൂവറി ആരംഭിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തെ ശക്തമായി എതിർക്കുന്നുവെന്നും ഒരു കാരണവശാലും ആരംഭിക്കാൻ സമ്മതിക്കില്ല എന്നുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നും പറഞ്ഞിരിക്കുന്നത്. സാധാരണ AKG സെന്ററിൽ വിളിച്ചു വരുത്തിയാണ് CPIയെ അപമാനിക്കുന്നതെന്നും ഇത്തവണ MN സ്മാരകത്തിൽ പോയി മുഖ്യമന്ത്രി അവരെ അപമാനിച്ചുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ബ്രൂവറിക്ക് കോള കമ്പനിയേക്കാൾ വെള്ളം ആവശ്യമാണ് എന്നും മലമ്പുഴയിൽ ആവശ്യത്തിന് വെള്ളം ഇല്ല എന്നും VD സതീശൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എത്ര വെള്ളം ആവശ്യമാണ് എന്ന് ഒയാസിസ് പറഞ്ഞിട്ടില്ല എന്നും VD സതീശൻ പറയുന്നുണ്ട്. എലപ്പുള്ളി ബ്രൂവറി കൊണ്ടുവരുന്നതിനുള്ള ഇടതുമുന്നണി തീരുമാനം ജനങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളിയാണെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തല പറഞ്ഞു വെച്ചിരിക്കുന്നത്. ബ്രൂവറിക്കെതിരെ CPIയും RJDയും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ LDF യോഗത്തിന് എത്തിയപ്പോൾ സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്ന രീതിയിലായിരുന്നു അവരുടെ പ്രതികരണമെന്ന് ചെന്നിത്തല പറയുന്നുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കാനുള്ള നട്ടെല്ല് രണ്ട് പാർട്ടികൾക്കും നഷ്ടമായി എന്നും ഒയാസിസ് കമ്പനി കാണേണ്ട പോലെ കണ്ടതുകൊണ്ടാണോ CPIയും RJDയും നിലപാട് മാറ്റിയത് എന്ന് സംശയിക്കുന്നുണ്ട് എന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചിരിക്കുകയാണ്.